ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗം വരുന്നു എന്ന് പലരും പല വിധത്തിലും പ്രസംഗിക്കാറുണ്ട്. ചിലർ ഇതാ യേശു മേഘാരൂഢനായി വരുന്നു എന്നും പ്രസംഗിക്കാറുണ്ട്. നമ്മൾ ഇത് കേൾക്കുമ്പോൾ വേഗം വരുമായിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ധാരാളം പേർ പ്രസംഗിക്കാറുണ്ട്. വരട്ടെ. എന്നാൽ എതിർക്രിസ്തു വന്നതിനു മുമ്പേ യേശു വരികയില്ല. എതിർക്രിസ്തു വരുന്നതിനു മുമ്പേ യേശു വരത്തില്ല. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്തിനാലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയുമരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളികളത്രേ. ഹല്ലേലൂയ. വായിച്ചു വചനം യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. എതിർക്രിസ്തു അധർമ്മമൂർത്തി ദേവാലയത്തിലെ സിംഹാസനത്തിൽ ദൈവമാണെന്നു പറഞ്ഞ് ഇരിക്കും. സാത്താനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ എതിർക്രിസ്തു ശക്തനായിരിക്കും. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ വ്യാജ അനുകരണത്തിലൂടെ അത്ഭുതം കാട്ടി ജനത്തെ വഞ്ചിക്കുവാൻ അനുയോജ്യമായിരിക്കും. ഹല്ലേലൂയ. മിശ്രൈമ്യ മന്ത്രവാദികൾ മോശയെ അനുകരിച്ചതുപോലെ എതിർക്രിസ്തു ഭീകര പ്രവൃത്തികൾക്ക് വിരാമം കുറിക്കും. ഭീകര ആക്രമണ പ്രവൃത്തികൾ ചെയ്യുവാൻ ഭീകരന്മാർക്ക് പോഷ്കിൻ്റെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി എതിർക്രിസ്തു കൊടുക്കുന്നു. ഹല്ലേലൂയ. ലോകം മുഴുവനും ഇത് സംഭവിക്കും. ഇതൊക്കെയും സംഭവിച്ചിട്ടേ യേശു വരികയുള്ളൂ. ഹല്ലേലൂയ. ഇതൊന്നും സംഭവിക്കാതെ യേശു വരും എന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു വിദ്വാൻ പ്രസംഗിച്ചതാണ്. ഹല്ലേലൂയ. എൻ്റെ ചാനലിൽ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചത്, എൻ്റെ സഭയിലുള്ളവർ മാത്രമേ ഉൾപ്രാവണം ചെയ്ത് സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നവരുമുണ്ട്. അയാളുടെ സഭയിൽ ഉള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞത് കള്ളമാണെന്ന് പറയില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, പരസ്യമായിട്ട് വരെ ഇപ്പോൾ പറയാൻ തുടങ്ങി, എൻ്റെ സഭയിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, മറ്റുള്ളവരുടെ സഭയിലുള്ളവരാരും പോകത്തില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാർ
എതിർ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. ഹല്ലേലൂയ. എതിർ പ്രാർത്ഥനക്കാരന്മാരാണ്. ഹല്ലേലൂയ. സാത്താൻ്റെ പള്ളിക്കാരനാണ്. ഹല്ലേലൂയ. ജനമേ, ഇവനെ സൂക്ഷിക്കുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. തെസ്സലോനിക്യ ലേഖനത്തിലെ വാക്യങ്ങളും യേശുവിൻ്റെ ഈ വചനങ്ങളും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊന്നും ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ 2 പുനരാഗമനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ നാളും നാഴികയും ആരും അറിയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ആകാശത്തിൽ രഹസ്യമായി വരുന്നതിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വരവിൽ യേശു മണവാളനായിട്ടാണ് വരുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ആകയാൽ എതിർ ക്രിസ്തുവിന് 7 വർഷം കഴിയുമ്പോൾ യേശു വീണ്ടും വരും. എതിർ ക്രിസ്തു വന്ന് 7 വർഷം കഴിയുമ്പോൾ യേശു വീണ്ടും വരും. അപ്പോൾ ഈ വരവിൽ യേശു രാജാവായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. ഈ രാജകീയ വരവിൽ സകലരും യേശുവിനെ കുത്തിത്തുളച്ചവരും കാണും എന്ന് വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇപ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെടാത്തത് പരിശുദ്ധാത്മാവ് അവനെ തടയുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എതിർ ക്രിസ്തുവിനെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിങ്കൽ പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ വായിലെ ശ്വാസത്താലും പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി